മുള്ളൻപന്നിയെ തല്ലിക്കൊന്ന കേസിൽ ഒളിവിൽ കഴിയുന്ന ആനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിയെ കാണിച്ചു കൊടുത്തിട്ടും കസ്റ്റഡിയിലെടുക്കാതെ വനംവകുപ്പ്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരാത്തതാണ് അറസ്റ്റ് ചെയ്യാത്തതിന് കാരണമായി വനംവകുപ്പ് പറയുന്നത്. ഇതോടെ ശശി ഒളിവിൽ കഴിഞ്ഞ ലോഡ്ജിനു മുന്നിൽ പുലർച്ചെ വരെ കാവൽ നിൽക്കേണ്ട ഗതികേടിലായി തമ്പാനൂർ പോലീസ്. മാർച്ച് 4 സമയം രാത്രി 8 മണി. തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലെ ഹോട്ടലിൽ മുറിയെടുക്കാൻ ഒരാളെത്തുന്നു. മുള്ളൻ പന്നിയെ തല്ലിക്കൊന്ന കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി വെള്ളനാട് ശശി. സാമൂഹ്യ പ്രതിബദ്ധനായ ഹോട്ടൽ ഉടമ ഉടനെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി കാര്യം പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി. പ്രതിയെ പിടികൂടാൻ ലോഡ്ജിലെത്തിയപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത്. ശശിക്കെതിരെ പോലീസിൽ കേസില്ല. ഉടൻ തന്നെ വനം വകുപ്പിനെ കാര്യം അറിയിച്ചു. മാത്രമല്ല, പ്രതിയെ അനൌദ്യോഗികമായി കസ്റ്റഡിയിലെടുത്ത പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്താൻ കാത്തുനിന്നു. ഇനിയാണ് ട്വിസ്റ്റ്. തങ്ങളുടെ കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി പിടിയിലാണെന്നറിഞ്ഞ വനം ഉദ്യോഗസ്ഥർ ആദ്യം തങ്ങളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തു. രാത്രി മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചിട്ടും ആരും ഫോൺ എടുത്തില്ല. മാത്രമല്ല, വനം ആസ്ഥാനത്തേക്ക് പോലീസുകാർ നേരിട്ടെത്തിയെങ്കിലും ഒരാളും ഒരിടത്തേക്കും അനങ്ങിയില്ല. പുലിവാല് പിടിച്ച തമ്പാനൂർ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ടെത്തി. ഏതെങ്കിലും പോലീസ് കേസുണ്ടോ എന്നടക്കം ശശിയോട് അന്വേഷിച്ചു. നിലവിൽ ഏതെങ്കിലും കേസിൽ പ്രതിയാണോ എന്ന പോലീസിന്റെ ചോദ്യത്തിന് ഒരു കാരണമുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയെ പൂട്ടിയിടൽ, തടഞ്ഞുവെക്കൽ, പഞ്ചായത്ത് അംഗമായിരുന്ന സഹോദരമായിട്ടുള്ള കയ്യാങ്കളി, സ്ത്രീയെയും കുട്ടിയെയും അതിക്രമിക്കൽ, പഞ്ചായത്ത് ഫലകം തല്ലിയുടക്കൽ, ഇങ്ങനെ അനവധി കേസുകളിലെ പ്രതിയാണ് കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് എത്തിയ വെള്ളനാട് ശശി. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 1ാം പട്ടികയിൽ ഉൾപ്പെട്ട ജീവിയാണ് മുള്ളൻപന്നി. മുള്ളൻപന്നിയെ കൊന്നാൽ 7 വർഷം വരെ തടവും 25,000 രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കും. അത്തരമൊരു കേസിലെ പ്രതിയെയാണ് പോലീസ് പിടിച്ചു കൊടുത്തിട്ടും കസ്റ്റഡിയിലെടുക്കാതെ വനം ഉദ്യോഗസ്ഥർ മുങ്ങിയത്. ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നിട്ടില്ല എന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ന്യായം. വിധി വരും വരെ ശശിയുടെ അറസ്റ്റ് ഒരു കോടതിയും തടഞ്ഞിട്ടില്ല എന്നിരിക്കെയാണ് വനം ജീവനക്കാരുടെ ഈ കരുതലും സംരക്ഷണവും എന്ന് ഓർക്കണം. വനം ഉദ്യോഗസ്ഥർ മുങ്ങിയതോടെ പുലർച്ചെ വരെ ശശിക്ക് കാവൽ നിന്ന് കേരള പോലീസും മടങ്ങി. VSNU ന്യൂസ് മലയാളം, തിരുവനന്തപുരം.